നമസ്കാരം. വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകൾ പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ. ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൊല്ലവർഷം 1199 മകര സംക്രമം ചതയം നക്ഷത്രത്തിലാണ്. മകരം 1-ാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും, എടവത്തിൽ മാന്നിയും, കന്നിരാശിയിൽ കേതുവും, വൃശ്ചികത്തിൽ ശുക്രനും, ധനുരാശിയിൽ കുജനും ബുധനും, മകരത്തിൽ ആദിത്യനും, കുംഭം രാശിയിൽ ചന്ദ്രനും ശനിയും, മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാരായ യുവതീ യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. പലരുടെയും പ്രണയം വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വിശ്വാസികളായവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് ജാതക പരിശോധന ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ്. നക്ഷത്രപ്പൊരുത്തം, പാപ സാമ്യത, കുജദോഷം, ദശാസന്ധി ദോഷം, മനപ്പൊരുത്തം, മറ്റു അനുകൂല സാഹചര്യങ്ങൾ എന്നിവ കൂടി പരിഗണിച്ച് ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം. എന്നാൽ ഗാഢമായ പ്രണയമുണ്ടെങ്കിൽ ഗാന്ധർവ വിധി പ്രകാരം മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട്. ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. ഇവർക്കെതിരെ പത്രവാർത്തകളോ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ പ്രസ്താവനകൾ നടത്തുമ്പോഴും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ പരമാവധി പരിശ്രമിക്കുകയും വേണം. ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ബിസിനസ്സിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരുവാനും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്ത് അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതിനാൽ പൂർവിക സ്വത്ത് ഭാഗം വെച്ചു കിട്ടാനുള്ളവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതുമാണ്. എന്നാൽ ഇത്തരം വസ്തുവകകളുടെ നിയമ സാധുതകൾ മനസ്സിലാക്കേണ്ടതുമാണ്. ചില കേസുകളുമായി ബന്ധപ്പെട്ട് കോടതികളെ സമീപിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക. 5, 15, 25 തീയതികൾ അനുകൂലമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അനുകൂല കാലമാണ്. ജോലി കൂടുമെങ്കിലും വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. എന്നാൽ സാധനയും മറ്റു ആചരണങ്ങളും മുടക്കം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അവരവരുടെ കർമ്മ മേഖലയിൽ ജോലി ഭാരം അനുഭവപ്പെടുന്നതാണ്. അതിനാൽ പറഞ്ഞ സമയത്ത് പണി തീർത്തു കൊടുക്കുവാൻ സാധിക്കാതെ വരുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുമാണ്. അതിനാൽ ഏറ്റെടുക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ലാഭം കുറയുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതിനാൽ പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഏറ്റെടുക്കുന്ന ജോലി ലാഭകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ട കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർ
ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് മകരം. ജീവിത ശൈലീ രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ്. പോഷക സമൃദ്ധമായ ആഹാരവും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ്. 10, 22, 28 തീയതികൾ അനുകൂലമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ദൂരദേശത്തുള്ള വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അലസത കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർക്ക് നഷ്ടമാകുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ആലസ്യം വെടിഞ്ഞ് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഏതൊരു കാര്യവും മടികൂടാതെ ഏറ്റെടുക്കുവാനും ക്രിയാത്മകമായ പ്രവർത്തനം കാഴ്ചവെക്കുവാനും തയ്യാറാകുന്നത് ഗുണകരമായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. വിശ്വാസികളായവർക്ക് ജാതക പരിശോധനയിലൂടെയും ജ്യോതിഷ പ്രശ്ന ചിന്തയിലൂടെയും വിവാഹ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ്. ഈ നക്ഷത്രക്കാർ അവരുടെ പഴയ വാഹനങ്ങൾ വിൽപ്പന നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ബാങ്ക് ലോണുകളും മറ്റു സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാകുന്നതിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോണുകളും മറ്റും പാസാക്കിയെടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് ആവശ്യങ്ങൾ നേരിട്ട് അറിയിക്കുകയും കാലതാമസം ഒഴിവാക്കി കിട്ടുന്നതിനായി പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് മകരം. ശരിയായ വൈദ്യ പരിശോധനകൾ നടത്തിയും ആവശ്യമായ പോഷക ആഹാരം കഴിച്ചും വ്യായാമവും വിശ്രമവും നൽകിയും ശരീരത്തെ പരിരക്ഷിക്കേണ്ടതാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക. 4, 14, 24 തീയതികൾ അനുകൂലമാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട്. ഇത്തരം യാത്രകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ ഈ യാത്രകളുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഈ നക്ഷത്രക്കാരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. അതുപോലെ നിശ്ചയിച്ചു വെച്ച വിവാഹം നടന്നു കാണുന്നതിനുള്ള യോഗവും ഇവർക്കുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ലോണുകളോ മറ്റു വായ്പകളോ എടുത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ഇവർ പരിശ്രമിക്കുന്നതുമാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനാൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളും മറ്റു കാര്യങ്ങളും കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാരുടെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമായ വൈദ്യ പരിശോധനകൾ നടത്തി അവരുടെ ആരോഗ്യം പരിചരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് മാതൃ സ്വത്ത് ഭാഗിച്ചു കിട്ടുവാനുള്ള യോഗം കാണുന്നുണ്ട്. അതിനാൽ നിയമപരമായി അവകാശമുള്ള ഇത്തരം സ്വത്തുവകകൾ നേടിയെടുക്കുന്നതിനായി മുന്നിട്ടിറങ്ങുന്നതിന് അനുകൂലമായ കാലവുമാണ്. 4, 11, 19 തീയതികൾ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപൻ്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബ ദേവതകളെയും
ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും. ഇഷ്ടദേവതാ മന്ത്രം 108 തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും. നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും. നന്ദി, നമസ്കാരം. ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം.